കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന ചർച്ചകളും വെളിപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ സംഭവിച്ചു തുടങ്ങി എന്നെനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമുണ്ട്. മറ്റൊന്നുമല്ല, ഈ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ തേജോവധം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും അതുപോലെ അവരെ ഷെയിം ചെയ്തുകൊണ്ട് ഇത്രയും നാൾ എന്തുകൊണ്ട് നിങ്ങളിതൊന്നും തുറന്നു പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇപ്പോഴാണോ ഇതുമായിട്ട് വരുന്നത്, ഇവർക്കൊക്കെ വേറെ ഉദ്ദേശങ്ങളുണ്ട്, അവസരം കിട്ടാത്തതിൻ്റെയാണ്, പണം കിട്ടാത്തതിൻ്റെയാണ്, ഭീഷണിപ്പെടുത്താനാണ്, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാന ചോദ്യം, എന്തുകൊണ്ട് അന്ന് ഇത് കേസാക്കിയില്ല എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് ഒരു അന്വേഷണ സംഘത്തിനെയൊക്കെ നമ്മുടെ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിനെയും ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും കാണുമ്പോൾ ഇതൊരൽപ്പം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് അവരുടെ ഒരു ഉദ്ദേശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് അദ്ദേഹം വലിയ സംവിധായകനാണ് എന്ന് പറഞ്ഞ് പിന്നോട്ട് വലിയുന്നത് പോലെയാണ് കണ്ടത്. അതിനുശേഷം ഞാൻ അങ്ങനെയൊന്നുമല്ല, എന്നെ സ്ത്രീവിരുദ്ധനാക്കി ചിത്രീകരിക്കേണ്ട, ഞങ്ങളുടെ സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുന്നോട്ട് വരലുകളൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന സർക്കാർ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് 4-4.5 വർഷം ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ വെറുതെ പൊടി പിടിച്ചിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം AMMയുടെ ഭാരവാഹി ആയിരുന്ന സമയത്ത് സിദ്ദിഖ് നടത്തിയ, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, 2 വർഷം മുമ്പ് ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടന്നിരുന്നുവെന്ന്. അതിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്? ഇന്ന് ആരോപണ വിധേയനായി സംഘടനയുടെ ഭാരവാഹിത്വം റിസൈൻ ചെയ്യേണ്ടി വന്ന സിദ്ദിഖ് ആൻഡ് ഒരുപാട് ആരോപണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇടവേള ബാബു. റിപ്പോർട്ട് എന്തിനായിരുന്നു? സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊരു പഠനം, അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. അതിൽ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ വനിതകളെ ആരും സർക്കാർ വിളിച്ചില്ലേ? WCC മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചർച്ച എന്തുകൊണ്ട് നടന്നില്ല? എന്നിട്ടൊരു സിനിമാ കോൺക്ലേവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരോപണം നേരിട്ടിരിക്കുന്ന ആളുകൾ വരെ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു ചടങ്ങ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ, അതിൽ പറഞ്ഞിട്ടുള്ള പേരുകാരാരൊക്കെയാണ് എന്നറിയാമായിരുന്നെങ്കിൽ, വേണ്ട പുറത്ത് നാട്ടുകാരെ ഒന്നും കാണിക്കണ്ട, റിപ്പോർട്ട് മന്ത്രി വായിച്ചിട്ടുള്ളതാണല്ലോ, വായിക്കണമല്ലോ. അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പേരുകാരെയൊക്കെ ലിസ്റ്റ് ചെയ്ത് ഇവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമുക്കൊരു സിനിമ കോൺക്ലേവ് ഉണ്ടാക്കാൻ. അങ്ങനെ ആയിരിക്കും അത് സംഭവിക്കുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? പേരുകളൊന്നും എടുത്ത് പറഞ്ഞില്ലല്ലോ. ഇത്രയും ആരോപണങ്ങളുണ്ടായി, അതിനെ ചേർത്ത് ഇത്രയും പൊതുജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പ്രതിച്ഛായയെ ബാധിക്കും എന്ന് തോന്നുന്ന സമയത്താണ് ശക്തമായ നടപടികൾ എന്ന് തോന്നിപ്പിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നത്. ഇനി ഒരു അന്വേഷണ സംഘത്തെ വെക്കുന്നു. അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് വീണ്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പിൽ അവതരിപ്പിച്ചതുപോലെ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് മുമ്പിൽ അവതരിപ്പിക്കണം. കേരള പോലീസിന് ഈ കാര്യത്തിലുള്ള വിശ്വാസ്യത എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് എത്രത്തോളം വർക്കാവും എന്നുള്ളത്. കാരണം നടൻ സിദ്ദിഖ് പരാതി കൊടുക്കുന്നു. ആ പരാതി വലിയൊരു പരാതിയായി മാറി. കേരളത്തിലൊരു യൂട്യൂബറിനെ ലോക്കപ്പിലടച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി ഇല്ലാത്ത വകുപ്പും ചുമത്തി കേസെടുത്തൊരു പോലീസാണ് നമ്മുടേത്. തൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു വനിതാ സഹപ്രവർത്തകയെ കൊട്ടേഷൻ കൊടുത്ത് ആക്രമിക്കാൻ ഏൽപ്പിച്ച, ആരോപണം നേരിടുന്ന വ്യക്തി ജയിലിൽ കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റാതായിപ്പോയ ഉദ്യോഗസ്ഥരുള്ള നാടാണിത്. ഇനി ഇതൊക്കെ പോട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് സജി നന്ദിയേട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ ടി വിയിൽ വന്നിരുന്ന് പറഞ്ഞത് അതിനകത്ത് ഇന്ന പോലത്തെ ആരോപണങ്ങൾ ഉണ്ടാവും, അത് ഇവിടുത്തെ മാധ്യമങ്ങളെടുത്ത് അലക്കും എന്നാണ്. അതെങ്ങനെയാണ് പുള്ളിക്ക് മനസ്സിലായത്? റിപ്പോർട്ട് ചോർന്നിട്ടില്ല എന്നുള്ളതിന് എന്ത് തെളിവാണുള്ളത്? ഇനി വിവരാവകാശ കമ്മീഷൻ ട്രിം ചെയ്തതിനേക്കാൾ കൂടുതൽ സർക്കാർ ട്രിം ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് വഴിയാണ് നടക്കുന്നത്? നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ മന്ത്രിസഭയിലടക്കമുള്ളപ്പോൾ എന്ത് വിശ്വാസ്യതയാണ് ഈ കാര്യത്തിൽ ഉണ്ടാവുക? അന്ന് മൊഴി കൊടുത്ത, ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ള നടിമാരെല്ലാം ഇനി പോലീസിനടുത്ത് പോയിരുന്ന് മൊഴി പറയണം. അത് എത്രത്തോളം രഹസ്യമാക്കി വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉന്നത ബന്ധങ്ങളല്ലേ സർ? അവിടെ ഏത് താരമാണ് ഒഴിവാക്കപ്പെട്ട് നിൽക്കുന്നത്? സിദ്ദിഖ് നടത്തിയ പത്രസമ്മേളനത്തിൽ പുള്ളി എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു പവർ സംഘമില്ല, ആരുടെയും തൊഴിൽ നിഷേധിക്കുന്ന നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടില്ല എന്ന്. 100%, 101% പത്രമൊക്കെ വായിക്കുന്ന, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുള്ള പൗരൻ എന്നുള്ള നിലയ്ക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഓരോ വാചകങ്ങളെയും എടുത്തെടുത്ത് ഖണ്ഡിക്കാനുള്ള കാര്യങ്ങൾ ചുറ്റും നടന്നിട്ടുണ്ട്, ഇതിന് മുൻപും നടന്നിട്ടുണ്ട്. കോമ്പറ്റീഷൻ കമ്മീഷൻ, ആ പേര് മലയാളികൾ ശരിക്കും കേൾക്കുന്നത് ഒരു പക്ഷേ സംവിധായകൻ വിനയൻ കേസിന് പോയതിനെ തുടർന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യാനുള്ള അവസരത്തിനെ നിഷേധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഭാഗമാകാൻ വരുന്ന അഭിനേതാക്കളോട് അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരോട് സിനിമയിൽ അഭിനയിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കുന്നു. അങ്ങനെ വിലക്കുമ്പോൾ എന്താ സംഭവിക്കുക? വിനയൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ജോലി ഇല്ലാതാവുകയാണ്. മാത്രമല്ല കുറേ ആളുകളോട് അവർക്ക് കിട്ടാവുന്ന വരുമാനം വേണ്ടെന്ന് വെച്ച് അതിൽ നിന്ന് മാറി നിൽക്കണം. കാരണം ഈ ഒരു സിനിമയിൽ നിങ്ങൾ വരുമാനം വാങ്ങി അഭിനയിക്കാമെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് തൊഴിൽ തരില്ല എന്ന ഭീഷണിയാണ് അവിടെ ഉണ്ടാകുന്നത്. ആ കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ വിധിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട. ഇതൊരു പത്രവാർത്തയാണ് ഞാൻ വായിക്കുന്നത്. ഉണ്ണി വ്ളോഗ്സ് സിനിഫൈൽ എന്ന് പറയുന്ന ചാനലിൻ്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ല. തിരുവനന്തപുരം
മലയാള സിനിമാ വ്യവസായം ഒരു ശക്തി ഗ്രൂപ്പിൻ്റെ പിടിയിലാണെന്ന വസ്തുത ഉയർത്തിക്കാട്ടി ചില സംവിധായകരെ വിലക്കാനും ഭീഷണിപ്പെടുത്താനും വ്യവസായത്തെ നിയന്ത്രിക്കുന്ന ശക്തരായ സംഘടനകൾ തമ്മിൽ ഒത്തുകളിയെന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 7 വർഷം മുമ്പ് പറഞ്ഞിരുന്നു. അഭിനേതാക്കളും മറ്റ് പ്രൊഫഷണലുകളും നിരോധിക്കപ്പെട്ട കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിക്കുന്നില്ല. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് AMMA എന്ന് പറയുന്ന സംഘടന, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ഫെഫ്ക, പിന്നെ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ എന്ന് വെച്ചാൽ ഒരാളുടെ തൊഴിലില്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതിന് മത്സരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുക. 2017 മാർച്ച് 24 ഉത്തരവിൽ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതിസ്ഥാനത്ത് വരുന്ന ആളുകൾ AMMയുടെ ഭാരവാഹികളായിരുന്ന ഇന്നസെൻറ്റ്, ഇടവേള ബാബു, പിന്നെ ഫെഫ്കയുടെ പ്രസിഡന്റ് സിബി മലയിൽ, ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ജനറൽ സെക്രട്ടറി മോഹനൻ, ഇവരൊക്കെ ഇത്തരം മത്സര വിരുദ്ധ പെരുമാറ്റത്തിന് ബാധ്യസ്ഥരാണെന്നാണ് ആ വിധിയിൽ പറയുന്നത്. AMMA, ഫെഫ്ക, നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് എന്നിവർക്കും ഫെഫ്കയുടെ 2 ഉപയൂണിറ്റുകൾക്കുമെതിരെ ഹർജിയുമായി സംവിധായകൻ വിനയൻ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോമ്പറ്റീഷൻ ആക്ട് നടപ്പാക്കുന്ന നിയമപരമായ ബോഡിയായ CCIയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ്. ഫെഫ്കയും അതിൻ്റെ ഉപയൂണിയനുകളും CCIയുടെ ഈ ഉത്തരവിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും സുപ്രീം കോടതി ഹർജി തള്ളുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഈ അനൗപചാരിക വിലക്കിനെ ഭയന്നുകൊണ്ട് അഡ്വാൻസ് തിരികെ കൊടുത്ത, ഇതിൻ്റെ ഭാഗമാകാതെ മാറി നിന്ന അഭിനേതാക്കളുണ്ട്. പിന്നെ ഭീഷണിയെ അതിജീവിച്ച അഭിനേതാക്കളുണ്ട്. മാള അരവിന്ദൻ, അദ്ദേഹം JB ജംഗ്ഷനിൽ കൊടുത്തൊരു ബൈറ്റ് ഇപ്പോൾ വളരെ വൈറലായിട്ട് പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. AMMA എന്നോട് പറഞ്ഞു വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കരുതെന്ന്. പക്ഷേ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ കുറേ ആളുകൾ പിന്മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആരുടെയും അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ്. CCIയുടെ DG നടത്തിയ അന്വേഷണത്തിൽ അമ്മയും ഫെഫ്കയും വിനയനൊപ്പം പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് അനൗപചാരിക വിലക്ക് ഏർപ്പെടുത്തുന്നതായി നടൻ ജയസൂര്യ മൊഴി നൽകിയിരുന്നു എന്നുണ്ട്. സിബി മലയിലും B ഉണ്ണികൃഷ്ണനും അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജയസൂര്യയോട് പറഞ്ഞിരുന്നു. മുതിർന്ന നടൻ മധു, മാത്രമല്ല വിനയൻ്റെ ചിത്രം പ്രദർശിപ്പിക്കരുത് എന്ന് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു എന്ന് എക്സിബിറ്റർ കൂടിയായ ലിബർട്ടി ബഷീർ മൊഴി കൊടുത്തിട്ടുണ്ട്. സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഇടവേള ബാബുവും B ഉണ്ണികൃഷ്ണനും പറഞ്ഞിട്ട് 2014 വിനയൻ സിനിമയ്ക്ക് കൊടുത്ത അഡ്വാൻസ് ഉണ്ടെങ്കിൽ പോലും ആ പ്രൊജക്റ്റ് റദ്ദാക്കിയതായിട്ട് പ്രൊഡ്യൂസർ കണ്ണൻ പെരുമുടിയൂർ വ്യക്തമാക്കിയിരുന്നു. നിർമ്മാതാവ് സുധീർ CV സമാനമായൊരു കാര്യം പറയുന്നു. വേറെയും ഒരുപാട് സൂപ്പർ താരങ്ങൾ തൊട്ട് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളും ഇത്തരത്തിൽ നിരവധി ചൂഷണങ്ങൾ നടത്തിയത്, ഒരുപാട് പേരുടെ തൊഴിൽ നിഷേധിച്ചത്, ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴും മുതിർന്ന താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു സിനിമ കോൺക്ലേവ് നടത്തി സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു എന്ന് മന്ത്രി സജി ചെറിയാൻ പറയുമ്പോൾ അതിൽ എന്ത് ലോജിക്കാണുള്ളത്? തുടക്കത്തിൽ പേര് വെളിപ്പെടുത്താത്ത ഒരു റിപ്പോർട്ട് മുന്നോട്ട് വന്നപ്പോൾ എനിക്കും തോന്നിയിരുന്നു, എല്ലാ മലയാളിക്കും തോന്നുന്ന പോലെ ഇവിടെ ഒരു മയിലും പറക്കാൻ പോകുന്നില്ല എന്ന്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ കമ്മിറ്റി റിപ്പോർട്ടിനെ മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ ധൈര്യത്തോടുകൂടി ആളുകൾ തുറന്നു പറച്ചിലുകളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അതൊരു വലിയ പ്രതീക്ഷയാണ്. കേരളത്തിലെ ഒരു തൊഴിലിടം മാത്രമാണ്, അതായത് ഒരുപാട് തൊഴിലിടങ്ങളുള്ളതുപോലെ ഒരു തൊഴിലിടം മാത്രമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ സംഘടനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന പേരാണ് ഇതൊരു തറവാടാണ്, ഞങ്ങളുടേതൊരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരു തൊഴിലിടത്തെയും നമ്മൾ കുടുംബമായിട്ട് കാണേണ്ട കാര്യമില്ല. ഇവരിതിനെ കുടുംബമാക്കി മാറ്റുന്നതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട് എന്നെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം കുടുംബമാകുമ്പോഴാണ് അവിടെ കാരണവന്മാരുണ്ടാവുക, ഹൈറാർക്കി ഉണ്ടാവുക. അവർ പറയുന്നതൊക്കെ ഇവർ കേൾക്കണം, ഇവർ പറയുന്നതൊക്കെ അവർ ചെയ്യണം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സീനിയോറിറ്റിയെ കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുന്നത്. നമ്മൾ സിനിമയെ മാത്രം എടുത്ത് നോക്കുമ്പോൾ അതൊരു ക്രിയേറ്റീവ് ഫീൽഡാണ്. പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ കടന്നു വരും. ചിലപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ കവച്ചു വെക്കുന്ന ടാലൻസുമായിട്ട് അല്ലെങ്കിൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും. അങ്ങനെ അത്രയും കഴിവുള്ള ആളുകൾ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന സീനിയോറിറ്റിയുടെ പുറത്ത് ആർക്കും അടയിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ക്രിയേറ്റീവ് ഫീൽഡാണ്. പക്ഷേ ഇത്തരം സംഘടനകളൊക്കെ നമ്മൾ ഈ പറയുന്ന കുടുംബ പശ്ചാത്തലം അവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഞങ്ങളൊക്കെ സീനിയറായിട്ടുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തിയൊക്കെ തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള രീതിയിലൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമമാണ് പലപ്പോഴും സംഘടനകളുടെ പല മീറ്റിങ്ങുകൾ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ 7 വർഷം മുമ്പ് 15 വർഷം മുമ്പൊക്കെ നടത്തിയിട്ടുള്ള പത്ര സമ്മേളനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഓരോ ആളുകളുടെയും സംസാരത്തിലുള്ള ആറ്റിറ്റ്യൂഡിൽ നമുക്ക് പലതും ഫീൽ ചെയ്യും. പിന്നെ ഇപ്പോൾ പുറത്ത് വരുന്ന കഥകളിൽ പലരായി പല വഴിക്കും ചിലതൊക്കെ നേരിട്ടുമൊക്കെ പറഞ്ഞു കേട്ടറിവുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ വന്ന് പുരുഷന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നതാണ്. പുരുഷന്മാരിൽ നിന്ന് പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു തൊഴിലിടം എന്ന നിലയിൽ അടിമകളോട് പെരുമാറുന്നത് പോലെ തൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകളോട് അല്ലെങ്കിൽ സെറ്റിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളോട് പെരുമാറുന്നവരുണ്ട്. അത്തരം ഒരുപാട് പരാതികളുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അത്തരം മെൻഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയമായി. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിനെ ഒരു
ഒരു കുടുംബമാക്കി കാണുമ്പോൾ ഈ മുതിർന്ന ആളുകൾ, അപ്പൂപ്പൻ, അമ്മാവൻ, വല്യച്ഛൻ, വല്യമ്മാവൻ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ അധികാരങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന പല പരാതികളുടെയും ഒരു പൊതു സ്വഭാവം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇരകളോട് ഇവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നീ ഇതൊക്കെ പുറത്ത് പോയി പറഞ്ഞോ, നീ പറയുന്നൊന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, നീ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് ഉള്ളൊരു മൂലധനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനവരെ പ്രാപ്തരാക്കിയിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള പണവും അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ പ്രശസ്തിയുടെ ഒക്കെ കൂടിച്ചേർന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള സ്വാധീനമാണ്. അധികാര വിഭാഗങ്ങൾക്കിടയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള സ്വാധീനം തന്നെയാണ്. അല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ പറ്റുക ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം നീ ഇത് പുറത്തു പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരാളും വിശ്വസിക്കില്ല, എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. ആ ധൈര്യം ഉണ്ടാകുന്നത് അധികാര വിഭാഗങ്ങളിൽ നിന്ന് പോലും എനിക്ക് ഒന്നും പേടിക്കാനില്ല എന്ന തോന്നലുള്ളത് കൊണ്ടല്ലേ. അത്രമാത്രം പണം അവരിലേക്ക് എത്തിച്ചേരുന്നതുകൊണ്ടാണ്. മറ്റൊന്ന് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളോട്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഇമോഷൻസിനെ സ്ക്രീനിൽ കൊണ്ടുവരുന്ന ആളുകളാണ്. പലതരത്തിൽ നമുക്ക് അവരെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്വാഭാവികമായി അവരോടൊരു ചെറിയ ഇഷ്ടം പോകും. ആ ഇഷ്ടത്തിനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പീക്ക് പോയിൻ്റാണ് ഇരയോട് ഒരു വേട്ടക്കാരൻ പറയുന്നത് നിന്നെ ഒന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് ഇത്തരം ഭീഷണി നടത്താനുള്ള അവരുടെ മൂലധനം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഒരു സംഘടനയുണ്ടാക്കി, അതായത് ഇതിൻ്റെ ചോട്ടിലാണ് എല്ലാവരും, നമ്മളാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് എന്ന് പറയുന്നൊരു ചിന്തയും കൂടിയാണ്. ഇതിനൊരു കുടുംബമാക്കി മാറ്റിയെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് പൃഥ്വിരാജ് നടത്തിയ പത്രസമ്മേളനം, അത് മറ്റൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അവിടെ എന്തായാലും ചോദ്യങ്ങൾ കേട്ടപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള വർക്ക് സ്പേസ് എന്നാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ ഓരോ ലൊക്കേഷനും ഓരോ കുടുംബമാണ്, എല്ലാവരും എൻ്റെ കുടുംബാംഗങ്ങളാണ്, എൻ്റെ പെങ്ങന്മാരും എൻ്റെ അമ്മമാരുമാണ് എന്നൊന്നുമല്ല പുള്ളി പറഞ്ഞത്. വർക്ക് സ്പേസ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതാണ് പോയിന്റ്. വർക്ക് സ്പേസ് ആണ്. അവിടെ എല്ലാവർക്കും തുല്യ പരിഗണനയാണ്, എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം, ബഹുമാനം അങ്ങനെയേ കിട്ടുള്ളൂ, ചെയ്യുന്ന ജോലിക്കനുസരിച്ച് കൂലി കൊടുക്കണം എന്നൊക്കെയുള്ള ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ പാലിക്കാതെ പോകുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. എത്രയോ വർഷങ്ങളായി അത് പാലിക്കാതെ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളൊക്കെ. ഞാൻ പറയുന്നത് ഇതൊരു അവസരമാണ്. ഒരുപാട് ആളുകൾക്ക് ഉള്ളിൽ ഒതുക്കേണ്ടി വന്ന വിഷമങ്ങൾ തുറന്നു പറയാനുള്ളൊരവസരമാണ്. ജൂനിയർ ആർട്ടിസ്റ്റായി വേഷം കെട്ടി നിൽക്കുകയും എന്നാൽ അവർക്ക് കൊടുക്കുന്ന വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് ഇടയിൽ നിൽക്കുന്ന ഏജൻറ്റുമാരൊക്കെ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിനെ തുറന്നു കാണിക്കാനുള്ള അവസരമാണിത്. ഏതെങ്കിലും ഒരു സെറ്റിൽ വെച്ച് ഒരു അടിമയെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള അവസരമാണിത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നു വെക്കുന്നത് സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നതിനോടൊപ്പം തന്നെ ഒരു തൊഴിലിടം എന്ന നിലയിൽ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും നേരിട്ട കാര്യങ്ങൾ എല്ലാവരും തുറന്നു പറയണം. അത്തരം ഒരുപാട് തുറന്നു പറച്ചിലുകളിലൂടെയാണ് ഒരു പക്ഷേ ഇതിൽ പലതും നേരിട്ട് അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടോ, എന്താ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആരെങ്കിലും ചിന്തിച്ചാലോ? പോട്ടെ, ഇനി ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അത് പൊതുജനങ്ങളുടെ അടുത്ത് എത്തുമെന്നും പൊതുജനം കഴുതകളല്ലെന്നും അങ്ങനെ ഒരാളെ മോശമായി ഡീൽ ചെയ്യുന്നതിൻ്റെ റിഫ്ലക്ഷൻ സിനിമയുടെ റിസൾട്ടിൽ ഉണ്ടാവുമെന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഈ വ്യവസായത്തിൻ്റെ റിസൾട്ടിൽ ഉണ്ടാവുമെന്നൊക്കെയുള്ള ഒരു ബോധ്യം ഈ ചൂഷണം ചെയ്യാൻ ഇറങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ തുറന്നു പറയണം. ഇതൊന്നും ആരും തുറന്നു പറയാൻ പോകുന്നില്ല. ഈ ഗതികെട്ടവരെയൊക്കെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയുടെ പുറത്ത് നിന്നുകൊണ്ടാണ്, ആ അഹന്തയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും നാൾ ഇത്തരം പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് സിനിമാ മേഖലയിൽ എല്ലാവരും മോശമൊന്നുമല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരാളും അങ്ങനെ പറയുന്നില്ല. പക്ഷേ അവനവന് കിട്ടിയ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവനെ ചവിട്ടി താഴ്ത്തിയ, സ്ത്രീകളെ വെറും ശരീരങ്ങളായി മാത്രം കാണുന്ന, അഭിനയിക്കാൻ വരുന്ന പെണ്ണുങ്ങളെ എനിക്ക് എന്ത് കാര്യത്തിന് ഉപയോഗിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ട്. സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു വരുന്ന ചെറുപ്പക്കാരെ എനിക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അവന്മാരെയൊക്കെ കൊണ്ട് എനിക്ക് അടിമപ്പണി എടുപ്പിക്കാം, എനിക്ക് ചവിട്ടാം, കാറി തുപ്പാം, ആരും ഒന്നും തിരിച്ചു ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പോലെയുള്ള ചിന്തകൾക്ക് മാറ്റം ഉണ്ടാവണം. ഇതെല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത്. ഇങ്ങനെ ഉണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്താൻ പുറപ്പെടുന്ന ആളുകൾ പോലും ചിലപ്പോൾ സിനിമയിലുണ്ടാവും. പക്ഷേ അവരിൽ പലരിലേക്കും കാര്യങ്ങൾ എത്തുന്നില്ല. ഇനിയും കൂടുതൽ ശക്തമായ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവണം. ഇനി ഈ തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, പല ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന സ്ത്രീകൾ അവർ പണ്ട് ഇങ്ങനെയായിരുന്നു, അവരിങ്ങനത്തെ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളാണ്. അതുപോലെ തന്നെ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. ഒരു സ്ത്രീ ഒരു ലൈംഗിക തൊഴിലാളിയുടെ വേഷം ചെയ്യുകയാണ്. ആ വേഷം ചെയ്തിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള 2 കഥാപാത്രങ്ങൾ ചെയ്യേണ്ടി വന്ന ഒരു അഭിനേത്രിയെ അവരെ രാത്രി റൂമിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ അവരുടെ മുറിയിൽ ചെന്ന് കതകിൽ തട്ടാം എന്നൊരാൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയാണോ പ്രശ്നം, അവർ ഈ വേഷം ചെയ്തതാണോ പ്രശ്നം? ഒരാളെ അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി അതിനെ മുതലെടുത്തുകൊണ്ട്
അവരുടെ ഭയപ്പെടുന്ന പോയിന്റ് ഏതാണ് എന്ന് മനസ്സിലാക്കി അവരെ പേടിപ്പിച്ചുകൊണ്ട് അവരുടെ ശരീരം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നടത്തപ്പെടുന്ന പരിപാടികൾ, അതല്ലേ തെറ്റ്? ഇനി കേസ് കൊടുപ്പിൻ്റെ കാര്യം. ചില ആളുകൾ ചിലപ്പോൾ 2019 മറ്റുമൊക്കെ ആയിട്ട് ഇട്ട മീ ടു പോസ്റ്റ് വരെ അന്ന് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. ഇന്ന് സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അതേ വ്യക്തി മീ ടു ആരോപണം സിദ്ദിഖിനെതിരെ ഉന്നയിക്കുമ്പോൾ സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത് ഏതൊരു സിനിമയിലെ കട്ടായിരുന്നു. ഒരു ഫോറിനർ ആയിട്ടുള്ള ആളോട് ഐ ആം ഫൈൻ എന്ന് പറയുമ്പോൾ അവർ മീ ടു എന്ന് തിരിച്ച് പറയും. അയ്യോ മീ ടു എന്ന് പറഞ്ഞ് ബീച്ചിൽ നിന്ന് മറ്റോ ഓടിപ്പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് പുള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്കൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് കിട്ടിയത്. അന്ന് വന്ന ആരോപണത്തിന് അങ്ങനെയാണ് അയാൾ ഡീൽ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ എത്ര ഈസി ആയിട്ടാണ് ഇത്തരം ഒരു ആരോപണത്തിനെ അയാൾ തള്ളിക്കളയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഡിഫമേഷൻ സിനിമാക്കാരുടെ പ്രധാന ആയുധമാണ്. ഈ റിവ്യൂവിൽ മോശം പറഞ്ഞ പോലും ഡിഫമേഷൻ കേസ് വരെ കൊടുക്കും എന്നൊക്കെയുള്ള ഭീഷണികളൊക്കെ വന്നിട്ടുണ്ട്. ഡിഫമേഷൻ കേസ് കൊടുത്തുകൂടായിരുന്നോ? ചെയ്തില്ലല്ലോ, അതിനെ പുച്ഛിക്കുകയാണല്ലോ ചെയ്തത്. കാരണം എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ മുൻപ് ഉന്നയിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണോ പലതും? ഇന്ന് അതിൽ തെളിവും കാര്യങ്ങളും ഉണ്ടാവില്ല. കാരണം ഇതിൽ പലതും സംഭവിക്കുന്ന സമയത്ത് ഭാവിയിൽ ഇതൊക്കെ വെച്ചിട്ടൊരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഇരകൾ ആരും ഉണ്ടായിട്ടുണ്ടാവുക. മാത്രമല്ല ഇത്തരം കേസുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിജീവിതം എന്തുകൊണ്ടൊരു മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു കേസ് ഉണ്ടാകുമ്പോൾ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ആവർത്തിച്ച് ഒരുപാട് ഇടങ്ങളിൽ പറയേണ്ടി വരും. ഓരോ തവണ പറയുമ്പോഴും സ്വന്തം ആത്മാഭിമാനം വരെ പണയം വെക്കുന്നത് പോലെ ഫീൽ ചെയ്തു എന്ന് വരും. ഞാനിങ്ങനെ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല തനിക്ക് നേരിട്ട് അത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആവർത്തിച്ച് പറയാമെന്നുള്ളത്. അത് വീണ്ടും പറഞ്ഞ് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോന്നറിയില്ല, ഒരുപാട് മീഡിയക്കാർ മൈക്കും കൊണ്ട് നിൽക്കുമ്പോൾ തനിക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ഓരോ മീഡിയക്കാരും സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ മൈക്ക് വെച്ചിട്ട് ഇവരുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ആ ബൈറ്റ് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടണം. ഈ ബൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവർ നേരിട്ട് ഏറ്റവും റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വീണ്ടും ചോദിച്ച് അതൊന്ന് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചെടുത്ത് തങ്ങളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ മീഡിയക്കാരുടെ, പോലീസുകാരുടെ, പിന്നെ കോടതിയിൽ അങ്ങനെ എത്ര തവണ ഈ സിറ്റുവേഷൻസ് തുറന്നു പറയേണ്ടി വരും. ഇപ്പോൾ അവർ തുറന്നു പറയുന്നത് ഇപ്പോൾ അവർക്ക് ധൈര്യം ഉള്ളതുകൊണ്ടാണ്. പലരും പറയുന്നത് അവരുടെ ചെറിയ പ്രായത്തിൽ നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണ്, അന്ന് ധൈര്യമില്ലാതിരുന്ന കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരാൾ ഏറ്റവും മോശമായി ചെയ്ത ഒരു പ്രവൃത്തി അന്ന് ഞാൻ പേടിച്ച് വിറച്ചിരുന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടുകാരോട് പറയാൻ പോലും പേടിയാണ്. കാര്യം എനിക്കാണ് അടി കിട്ടുകയെന്ന് ഞാൻ വിചാരിച്ചത്. ഞാനെന്തോ തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു തമാശ പോലെ എനിക്കത് ചിലപ്പോൾ പറയാൻ പറ്റും. കാരണം ഞാൻ അതിൻ്റെ പെയിനിൽ നിന്ന് ഒരുവിധം വിമുക്തനായിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? അവർക്കത് തുറന്നു പറയാനുള്ള ധൈര്യവും അതിന് പറ്റിയൊരു സാഹചര്യവും ഉരുത്തിരിഞ്ഞു എന്നും തോന്നണ്ടേ? ഇപ്പോൾ മലയാള സിനിമയിൽ നിന്ന് അവസരങ്ങൾ കുറഞ്ഞു പോയ ഒരു അഭിനേത്രി, അവരുടെ 92 മറ്റുള്ള ഒരു ഇൻ്റർവ്യൂ ക്ലിപ്പ് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട്, സിനിമാ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, ഞാൻ എൻ്റെ ജൂനിയറായിട്ടുള്ള ആളുകളെ ഒന്നും സജസ്റ്റ് ചെയ്യില്ല എന്ന്. അതിന് കാരണം സിനിമയിലെ മുതലെടുപ്പുകാരാണ്. അതേ കാര്യം അവർ ഇന്നും വന്നിരുന്ന് പറയുന്നുണ്ട്. ഇന്ന് അവർക്ക് കുറേ കൂടി ഉച്ചത്തിൽ പറയാൻ പറ്റും. അവർ പറയുന്നത് നമ്മളെല്ലാവരും കേൾക്കും. അന്ന് പറയുന്നൊന്നും ആരും കേൾക്കില്ല. ആകെയുള്ളത് വൈകുന്നേരം 7 മണിക്കത്തെ ഒരു ന്യൂസാണ്. അത് തന്നെ ഒരു 1500 ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ, ഇത്തരം ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവർക്ക് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടി. അപ്പോൾ അവർ പറയണം. ഇനി ഈ ആരോപണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഈ നടന്മാരെ മുഴുവൻ മറ്റേ കേസെടുത്ത് ജയിലിലടയ്ക്കും എന്നൊക്കെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ആരോപണങ്ങളുടെ ഒരു ഗുരുതര അവസ്ഥയെ നോക്കിയിട്ട് വേണം അത് ഏത് രീതിയിൽ ഡീൽ ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. പക്ഷേ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവേണ്ടത്, ഇത്തരം ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. സിനിമ എന്ന് പറയുന്ന തൊഴിലെടുത്ത് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും കാലം പല സംഘടനകളായി നിന്നുകൊണ്ട് സംഘടിച്ചുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന, ഒളിച്ചു കടത്തിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്ന് കുറേ ആളുകൾ തുറന്നു പറയുകയാണ്. ഇതിനൊക്കെ അവരെ സഹായിക്കുന്നത് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഹൃദയം തുറന്ന് ഇവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് അതൊരു ജോലിയാണ്. അവർ വരുന്നു, ആക്ട് ചെയ്യുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അവർ ആക്ട് ചെയ്തത് നമ്മൾ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ദൈവിക പരിവേഷം കൊടുക്കുക, നമ്മളുടെ കുടുംബത്തിൽ ഒരാളെ പോലെ കാണുക. നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരാളെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ എത്ര കാലം എടുക്കും? അയാളുടെ സ്വഭാവത്തെ എത്ര തവണ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും? പക്ഷേ ഒരു സിനിമയിൽ ഒരൊറ്റ വേഷം ചെയ്യുന്ന ഒരാളെ അതോടുകൂടി നിങ്ങൾ തീരുമാനിക്കും, ഇയാൾ എൻ്റെ ഏട്ടൻ തന്നെ, ഇയാൾ എൻ്റെ അനിയൻ തന്നെ, ഇതെൻ്റെ കൊച്ചച്ഛൻ തന്നെ എന്ന് തീരുമാനിക്കുകയാണ്. അയാളൊരു നല്ല വേഷം ചെയ്തു, അടിപൊളി, സൂപ്പർ, പെർഫോമൻസ് കലക്കിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ രൂപം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പോലും ചോദ്യം ഇതാണ്, അതിരിൽ കവിഞ്ഞൊരു സ്ഥാനം നമ്മൾ എന്തിനാണ് അവർക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്? ആ സ്ഥാനമാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളെ
ദുരുപയോഗം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നത്. ആൻഡ് അവർ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെയാണ് അവർ എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. ഞാൻ ഈ പറയുമ്പോൾ എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളൊക്കെ ഭയങ്കര നിങ്ങളൊന്നും ഇങ്ങനെ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യമാണ്. ഓരോ തവണയും പുറത്ത് വരുന്ന പല വിവരങ്ങളും കേൾക്കുമ്പോൾ, വിവരണങ്ങൾ കേൾക്കുമ്പോൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം മോശമായിട്ടുള്ള പ്രാക്ടീസസ് നിലനിൽക്കുന്ന ഒരു തൊഴിലിടം കേരളത്തിലുണ്ട് എന്ന് പറയുന്നത്, ഞാൻ സിനിമാക്കാരെ പറയുകയോ സിനിമ മോശമാണെന്ന് പറയുകയോ ഒന്നുമല്ല. ഇങ്ങനൊരു തൊഴിലിടത്തിൽ ഇത്രയും മാൽ പ്രാക്ടീസസ് നിലവിലുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ പലതും പറഞ്ഞു കേട്ട അറിവൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് ഓരോ കാര്യങ്ങളും പുറത്തു വരുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുന്നത്. ഇനി എത്ര വലിയ വലിയ പേരുകൾ മുന്നോട്ട് വരാൻ പോകുന്നു. ഇവരൊക്കെ ശിക്ഷിച്ച് ജയിലിലടക്കുക എന്നുള്ളത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇനി ഇത് സംഭവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്ന്, പണ്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ചപ്പോൾ എന്നെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ നോക്കി, അല്ലെങ്കിൽ ഇന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറയുകയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇനി വരുന്നയാൾക്ക് അത് നേരിടേണ്ടി വരരുത്. ഇനി ചൂഷണം ചെയ്യാൻ മുന്നോട്ടിറങ്ങിത്തിരിക്കുന്ന ഒരുത്തൻ വേണ്ട, ഇവരിത് പബ്ലിക്കാക്കും, പിന്നെ ഇതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നൊരു പേടിയെങ്കിലും ഉണ്ടാവണം. പേടിയല്ല അവിടെ ഉണ്ടാവേണ്ടത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധ്യം അയാൾക്ക് ഉണ്ടാവുകയാണ് വേണ്ടത്. അതൊക്കെ ഉണ്ടാവേണ്ട സമയമൊക്കെ കഴിഞ്ഞ് അവനവൻ ഉണ്ടാക്കി വിടുന്ന സിനിമകളൊക്കെ നേരെ കാണുകയാണെങ്കിൽ തന്നെ കുറച്ച് ധാർമ്മികതയൊക്കെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അതൊന്നും ഉണ്ടാവാത്തതിൻ്റെയാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. അപ്പോൾ ധാർമ്മിക ബോധം ഉള്ളിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഒരു പേടിയെങ്കിലും വേണം. വേണ്ട മോനെ, പണി കിട്ടും. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാൻ പറ്റില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രധാന സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ മീഡിയ മുഴുവൻ ആ വഴി പോകും. ഈ വിഷയത്തെ ചിലപ്പോൾ തറയിലിട്ട് കളഞ്ഞൊന്നും വരും. മാത്രമല്ല കുറച്ച് ദിവസം കഴിയുന്തോറും ഈ വാർത്തയുടെ ചൂടിങ്ങനെ കുറഞ്ഞു വരും. നമ്മളിതൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും കുറയും. സ്വാഭാവികമായും ഇരകളൊക്കെ വീണ്ടും ഇരകളാക്കപ്പെടുകയും അല്ലെങ്കിൽ കൂടുതൽ ക്രൂരതയ്ക്ക് ഇരകളാക്കപ്പെടുകയും വേട്ടക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നെഞ്ചും വെച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവരുത്. ഇനി ഒരുപാട് തുറന്നു പറച്ചിലുകൾ ഉണ്ടാവണം. കൂടെയുള്ളവരെ, ചുറ്റുമുള്ളവരെ മനുഷ്യരായി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം എല്ലാ സിനിമാ സെറ്റുകളിലും ഉണ്ടാവണം. ഇത് പറയുമ്പോൾ നമ്മൾ നടന്മാർ മാത്രം അല്ലെങ്കിൽ പിന്നെ പുരുഷന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസ് മാത്രം പ്രശ്നക്കാർ എന്നൊന്നുമില്ല. അവിടെയും ദുരുപയോഗം ചെയ്യുന്ന, അവസരങ്ങളെ മുതലെടുക്കുന്ന, കൂടെയുള്ളവരെ അത്രയും മോശമായി ട്രീറ്റ് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ടാവാം. ആളുകൾ ഇത് തുറന്നു പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഉണ്ടായാലാണ് ഈ ഒച്ചപ്പാടിനും ബഹളത്തിനും ഒക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇന്ന് ഇതൊരു വലിയ ബഹളമായി കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ ഇതിൻ്റെ അവസാന പോയിൻ്റ് വരെ ഇതേ ശക്തിയോടുകൂടി, ഇതേ ആർജവത്തോടുകൂടി ഈ വിഷയത്തിനൊപ്പം നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നാളെ വേറൊരു വിഷയം കിട്ടിക്കഴിയുമ്പോൾ ഇന്ന് തുറന്നു പറഞ്ഞ ആളുകളെയൊക്കെ വേട്ടക്കാർക്ക് മുമ്പിൽ തുറന്നിട്ട് കൊടുത്തിട്ട് മീഡിയ അങ്ങ് മുങ്ങരുത്. അതുപോലെ ഗവൺമെൻറ്റും ഇനി അന്വേഷിച്ച് ഇനിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കി, ആ റിപ്പോർട്ട് ഒരു 5 വർഷം വെയിറ്റ് ചെയ്യിച്ച് പിന്നെ ഒരു 4 വർഷം ഇതുപോലെ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി അടുത്ത 25 വർഷം കഴിയുമ്പോൾ ഇത് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വേട്ടക്കാരിലും ഇരകളിലും കുറേ ആൾക്കാർ ചിലപ്പോൾ മരിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. അന്ന് നമ്മൾ താരങ്ങളെന്ന് വിളിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് സമയം കളയാതെ മാറ്റങ്ങൾ വരുത്തുക. ആ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്നുള്ളതും ഗവൺമെൻറ് കൃത്യമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. വേട്ടക്കാരുടെയും ഇരകളുടെ ഒന്നും പേര് പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ളവർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവരെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം നിറഞ്ഞൊരു പ്രവൃത്തി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാവണം. മാടമ്പികളും മനുഷ്യത്വം ഇല്ലാത്തവരും മുതലെടുപ്പുകാരും ഒക്കെ വിറക്കണം. ഒന്നെങ്കിൽ മാറണം, അല്ലെങ്കിൽ മാറ്റി നിർത്തണം. താങ്ക് യു സോ മച്ച്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കുറേ ഇമോഷണൽ സാധനങ്ങളിലൂടെയൊക്കെ ഈ വാർത്തകളിലൂടെയൊക്കെ പോകുമ്പോൾ പാസ് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. റിയാക്ട് ചെയ്യാത്തതല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ഒരുപാട് ആളുകൾ മുന്നോട്ട് വരാനുണ്ട്. ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ചായ കൊണ്ട് കൊടുക്കുന്ന ആൾ മുതൽ അതൊരു തിയേറ്റർ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് വരെയുള്ള അത്രയും സമയത്തിനുള്ളിൽ ആ ഇൻഡസ്ട്രിക്കകത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ പുറത്തു വരാനുണ്ട്. തെറ്റ് ചെയ്തവരൊന്നും രക്ഷപ്പെടാതിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ.